അവിടെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഗേൾസും മമ്മു, റാംബോ പെരുമന നൽകിയ പരാതിയെ തുടർന്നാണ് തൊപ്പി എന്ന യൂട്യൂബർ നിഹാലിനെതിരെ നമ്മുടെ MRC തൊപ്പി ഷമീർ MRC ഗ്യാങ് വിഷയത്തിൽ പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാണോ ഷമീർ പുതിയ ചാനൽ തുടങ്ങി. അതിൽ MRC എന്നുള്ള സാധനമില്ല, അത് പുള്ളി മാറ്റി. നല്ല കാര്യം. ആ ഗ്യാങ് ഒക്കെ ഓൾറെഡി പിരിഞ്ഞല്ല. ഇനി അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ മൊത്തം വീഡിയോ ഒന്നും എടുത്ത് വെക്കുന്നൊന്നുമില്ല. കാര്യം ഇവൻ്റെ ഈ വീഡിയോയിൽ ഇവരിട്ടാണ് 2 വീഡിയോയിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ 2-3 വേർഡുകളുണ്ട്. ഇതാണ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ ഇത്രയും മിനിറ്റിൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പൊടിപ്പും തൊങ്ങലും അതും ഇതൊക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അത്രേ ഉള്ളൂ. പക്ഷേ പലരും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഇത് നിനക്ക് ആ ലൈവിൽ ഫസ്റ്റ് പറഞ്ഞാൽ പോരായിരുന്നു, അങ്ങനെ പറഞ്ഞ് തീർത്താൽ പോരാ എന്നൊക്കെ പറയണത്. എനിക്ക് ഇത് കണ്ടിട്ട് ഇത് എന്തെന്ന് ഈ യൂണിവേഴ്സ് എന്നാൽ അല്ലെങ്കിലെ കാര്യം ഇവന്മാർ ബേസിക്കലി ഫസ്റ്റത്തെ ഒരു കാര്യം പറയും. ഇവർ ആദ്യമേ ഇവരുടെ ഗ്യാങ്ങിൽ അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സീരിയസ് ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അവിടെ നിന്ന് മാറുക. അതിന് പകരമായിട്ട് ഇവന്മാരൊക്കെ വിചാരം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അങ്ങൊരു കോടതിയാക്കി മാറ്റി. നമ്മളൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഉൾപ്പെടെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്നെല്ലാം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ ലൈഫ് സ്റ്റോറി റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആയിട്ടുണ്ടായി. ലൈഫ് സ്റ്റോറി അല്ല, ലവ് സ്റ്റോറി. അത് നിങ്ങളെല്ലാവരും കാണേണ്ടതും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഒരു വീഡിയോ, ഒരു phase 2 ആയിട്ടൊരു വീഡിയോ കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ വീഡിയോ കൂടി ഉണ്ടാവും. ഇത് എല്ലാവരും കാണേണ്ടതാണ്. എനിക്ക് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒരു സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് നന്ദി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിയമത്തെ വെല്ലുവിളിക്കാതെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതും. എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുള്ളൂ. അല്ലാതെ ഒരു മണ്ടത്തരം കാണിച്ചു വെക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അമ്മാരി ഒരു സെറ്റ് ഓഫ്, ഞാനൊന്നും പറയുന്നില്ല. ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം, ഒരു നാണോമാനം എന്ന് പറയുന്ന സാധനം കൊണ്ട് ആരും ചെയ്യാത്ത പരിപാടികളൊക്കെ എൻ്റെ അടുത്ത് ചെയ്തു വെച്ചേക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഇപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കയറാൻ എനിക്ക് ഒരു താല്പര്യമില്ല. കാര്യം മെൻ്റലി ഞാൻ ഓക്കെ അല്ലാത്തത് കൊണ്ടും ഇപ്പോൾ അതിൻ്റെ കൺസൾട്ടേഷനൊക്കെ നടക്കുന്നത് കൊണ്ടും മൈൻഡൊക്കെ ഞാൻ പറയില്ല. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന സാധനം വിട്ടുപോകും, വേറെ എന്തെങ്കിലുമൊക്കെ കാട് കയറി ചിന്തിക്കും. ഇങ്ങനെയൊക്കെയാണ് മൈൻഡ് പൊയ്ക്കൊണ്ടിരിക്കണേ. പക്ഷേ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചവരൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അതാണ് എല്ലാവരുടെ ലൈഫിലൊരു ഒരു പ്രത്യേകത. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിൽ അമ്മാരി പ്രശ്നങ്ങളും ട്രോമയും തന്ന് പണ്ടാറടക്കിയ ആൾക്കാർ ഒരു കുഴപ്പമില്ലാണ്ട് കൂസലില്ലാണ്ട് ഇങ്ങനെ നടക്കും. അടുത്തൊരാളെ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ അങ്ങനത്തെ കുറേ അപരാധം പിടിച്ച കുറേ സാധനങ്ങൾ. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തൊന്നും എനിക്കൊരു പിടുത്തമില്ല. പക്ഷേ എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ അവസ്ഥ ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അത്രയും ശോകാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് അൺവാണ്ടഡായിട്ട് ഒരു വ്യക്തി അയാളുടെ കൂടെ നിൽക്കുന്ന ചിലർ ഉണ്ടാക്കി വെച്ച ചില പ്രശ്നങ്ങൾ കാരണം എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിയത് ഇത്രയേ ഉള്ളൂ. വിശ്വാസം, സ്നേഹം, അത് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഈ ഗ്യാങ്ങിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം, അങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം. അപ്പോൾ നമുക്ക് ഈ മെയിൻ കണ്ടൻറ്റിലേക്ക് തുടങ്ങാം. തൊപ്പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്തായി എന്നുള്ളത്, കേസ് എന്തായി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ പോലെ നേരെ ഞാൻ ഇറങ്ങുന്നത് കൊച്ചിയാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ പറഞ്ഞ വ്യക്തികൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഞാൻ പിന്നെ കയറി ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്ലാറ്റിലേക്കാണ്. അവരുടെ ഫ്ലാറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ റെൻറ്റിനെടുത്തേക്കുന്ന ഒരു സ്ഥലത്തേക്ക്, അവിടത്തേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ വരുന്ന സ്ഥലത്തേക്ക് ഞാൻ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ഈ വിസൻ്റെ കാര്യങ്ങൾക്കും ഇതിനൊക്കെ കുറേ പൈസയും ചിലവായി. എല്ലാ കാര്യങ്ങളും എൻ്റെ പൈസ സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും നഷ്ടങ്ങളും, അതായത് ഞാൻ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ അവിടെ സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ എനിക്കവിടെ നഷ്ടമാണ് സംഭവിച്ചത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവൻ നാട്ടിലേക്ക് വന്നതെന്നാണ് പറഞ്ഞത്. ദുബായിലാന്ന് പറഞ്ഞു, എന്നിട്ട് കുവൈറ്റിലെ വിസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അത് മനസ്സിലാവുന്നില്ല. പുള്ളിക്കൊരു വ്യക്തതയില്ലാണ്ട് പറഞ്ഞു. എന്തോ വാട്ടവർ ഇറ്റ് ഈസ് GCCയിൽ ഇവിടെ ജോലിക്ക് വേണ്ടി പോയി വിസയുടെ കാര്യങ്ങളൊക്കെ പ്രശ്നമായി അവസാനം മൂഞ്ചി തെറ്റി തിരിച്ചു വന്നപ്പോഴേക്ക് നേരെ വന്ന് കൊണ്ടുപോയത് ലവന്മാരാണ്, മറ്റേ ഗ്യാങ്. ആ ഗ്യാങ് ഹൗസിനെ കുറിച്ച് പറയുന്നൊരു സാധനം കേട്ടപ്പോഴാണ് എനിക്ക് എന്തിട്ടാണ് ചിരിക്കണോ കരയണോ തെറി വിളിക്കണോ എന്ന് തോന്നിപ്പോയി. ഒരു ബോധമില്ലാത്ത കുറേ മക്കളായിരുന്നല്ലോ ഇതിൻ്റെയൊക്കെ പുറകെ നടന്നതെന്ന് ആലോചിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇതൊക്കെ കണ്ട് ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ജയ് വിളിച്ചുകൊണ്ടിരിക്കണമാരുണ്ട്. ഈ 2 ആൾക്കാരുടെ ഇവരൊക്കെ ഫുള്ള് റോങ് ആണെന്ന് അവർ തന്നെ മൊത്തത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ
കുന്തളിപ്പ് കാണിച്ച് ഇവരെയൊക്കെ ജയ് വിളിച്ച് കിടക്കുന്നത്. അവർ കറക്റ്റ് ആണെങ്കിൽ അവർ തന്നെ അത് പ്രൂവ് ചെയ്ത് നിയമപരമായിട്ടൊക്കെ പ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇതാക്കി സെറ്റായി വരട്ടെ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നിലവിൽ ഇങ്ങനെ ഇത്രയും സീരിയസ് അലിഗേഷനും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തിനങ്ങോട്ട് കൂടി ജയ് വിളിച്ച് കിടക്കുന്നത്? അവരെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ അവരെ കൂടെ നിൽക്കുന്നത് സ്വാഭാവികം, മനസ്സിലാക്കാൻ പറ്റും. ഇത് അവരായിട്ടൊന്നും ഒരു മുള്ളിത്തെറിച്ച ബന്ധം പോലും ഇല്ലാത്ത കുറേ പേര് കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട് ജയ് വിളിക്കാനും സപ്പോർട്ട് അറിയിക്കാൻ നിൽക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കാര്യങ്ങൾ എന്താണെന്നുള്ള ബോധം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ആൾക്കാർ മാറി ഇത് കൊച്ചു പിള്ളേരാണ്, കുറേ പിള്ളേർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്താണെന്നുള്ളത്. ഇതൊക്കെ ഒരു കുറേ ഹീറോയിസായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പിള്ളേരുണ്ട്. അവരോട് പറഞ്ഞാൽ പൊന്നു മക്കളെ ഇതൊന്നും അല്ലാത്ത ലൈഫ്. ഇനി ഗ്യാങ് ഹൗസിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് കേട്ടിട്ടാണ് എനിക്ക്. അവിടെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഗേൾസും പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു, റാംബോ, ഈ പറഞ്ഞ ആള് നിഹാദ്, ഇവർ 3 പേരും പിന്നെ ഇതിൽ കൂടാതെ വേറെ പുറത്തുള്ള 2 ആൾക്കാരുണ്ട്. അവരുടെ പേര് ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. കാരണം അവർ ഇതിൽ ഈ പറഞ്ഞ പോലെ അവർക്കും കൂടി ഇതിനൊരു പ്രശ്നം വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത്. കാരണം അനുഭവിക്കാനുള്ള നമ്മളോ അനുഭവിച്ചതിന് ബാക്കിയുള്ളവരെയും കൂടി ഇതിൽ ഈ പറഞ്ഞ പോലെ പെടുത്തണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അവരുണ്ട്. പക്ഷെ അവരെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് അവിടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഡ്രഗ്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 2ൽ കൂടുതൽ ഗേൾസ് ഉണ്ട്. അതായത് റിലേഷൻഷിപ്പായിട്ടല്ലാതെ ഉള്ള. എൻ്റെ പൊന്നു മോനെ, നീ അടുത്ത വീഡിയോയിലെങ്കിലും ഈ പറഞ്ഞ പോലെ എന്നുള്ള വേർഡ് ഒന്ന് കട്ട് ചെയ്യാമോ? ഈ ഒരു ഫുൾ വീഡിയോയിൽ 10-40 മിനിറ്റിൻ്റെ മുകളിലുണ്ട്. ഇതിൽ ഫുൾ ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ സാധനം തന്നെ 1500 തവണ പറയുന്നുണ്ട്. എന്തോന്നാണ് ഈ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞ പോലെ നീ പറ. ഇവൻ കയറി ചെന്ന ഗ്യാങ് ഹൗസ് എന്താണ് ഇത്? വ്യഭിചാര കേന്ദ്രമോ അങ്ങനെ എന്തെങ്കിലും ആണത്? ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ടല്ലേ, 2 ഗേൾസ് ഇരിക്കുന്നു, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്. അപ്പം എന്ത് സ്ഥലത്തേക്ക് പോയത്? എന്നാൽ പോയ മോനിക്കറിയാലോ ഇതാണ് വിഷയം എന്നുള്ള അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുകൂടായിരുന്നു. ഇല്ല, ആദ്യം ഇപ്പം കുറേ കാര്യങ്ങൾ ഇതിൽ എക്സ്പ്ലനേഷൻ പറയണ കേട്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നുകൊണ്ടിരിക്കുക. കാരണം ഷമീറെ, നീ കറക്റ്റ് ആയിരിക്കാം, നീ നിന്റെ ഭാഗത്ത് തെറ്റില്ലായിരിക്കാം, പക്ഷെ നീ പറഞ്ഞു വെക്കുന്ന വേർഷൻ എഗെയിൻ നിന്നെ ഇതിൻ്റെ അകത്തേക്ക് നീ എക്സ്പോസ്ഡ് ആവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസായില്ല ഓൾറെഡി. കേസിൻ്റെ വഴിക്ക് പോയി. നിങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് വീഡിയോ ഇട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ ഒരു രസമുണ്ട്. ഇത് പിന്നെയും വന്ന് സ്വയം ഇങ്ങനെ ഓരോന്ന് എക്സ്പോസ്ഡ് ആക്കല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം കുറേ പിള്ളേർ സ്റ്റിൽ നിങ്ങളെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നടക്കുന്നുണ്ട്. പറഞ്ഞാൽ ബോധമില്ലാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ പിള്ളേർ. അപ്പോൾ അവരെ ഓർത്തിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പുല്ല് തണുക്കാണ്. അവരോർത്തിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇന്ന് ഈ ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾ ഇതൊക്കെ ഒരു എന്താ പറയുക സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ് കൂട്ടല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ. നല്ല ഗ്യാങ് ഹൗസ് ചെയ്യാനും ഇതിൻ്റെ ഇതെടുക്കാനും ഞാൻ അത്രയും ധൈര്യപൂർവ്വം റോഡിലിറങ്ങിപ്പോയി ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഒരു 2-3 ഡേയ്സ് കിട്ടും. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലമോ ഇതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത. അപ്പോൾ അത് അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേറൊരു ടെസ്റ്റ് നടത്തണം. അതെന്തായാലും നിങ്ങളെ ഞാൻ കാണിക്കും. നല്ല കാര്യമാണ് കാണിക്കുക. ടെസ്റ്റ് അതുപോലെ തന്നെ കാണിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണ് ടെസ്റ്റ് റിസൾട്ട് വാങ്ങാൻ പോകണമെന്നുള്ളത് നേരത്തെ അറിയിച്ച് കുറച്ച് ആരെങ്കിലൊക്കെ ഇതായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലൊക്കെ വിളിച്ചു വരുത്തി അവരൊന്ന് വെരിഫൈ ചെയ്യട്ടെ. ആ രീതിക്ക് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ടെസ്റ്റ് റിസൾട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കാണിക്കല്ലോ ഇതാണ് എൻ്റെ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ഇതില്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രസ് മീറ്റ് വിളിക്കുക, എന്നിട്ട് ഇതൊക്കെ കാണിക്കും ഞാൻ ഇന്ന പോലെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് അല്ലേ വേണ്ടത്. പിന്നെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒളിവിലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ഒളിവിൽ പോയിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു സാധനം കാണാൻ. ഞാൻ ഒളിവിലാണ് ഗൈസ്. എനിക്ക് ആ ട്രോള് വീഡിയോ കണ്ടിട്ട് ചിരിച്ച ചത്ത് കാര്യമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയെന്നുള്ളത്. ആ രീതിക്കാണ് ഞാൻ ഒളിവിലാണ് ഗൈസ്. എൻ്റെ മോനെ, നിൻ്റെയൊക്കെ ബുദ്ധി ഉണ്ടല്ലോ. വിമാനം പണ. എൻ്റെ ഒന്നാമത്തെ കാരണം ഞാനും ഇതിലുള്ള ഒരാളായിരുന്നു. പിന്നെ ഈ ഗേൾസിൻ്റെ കാര്യത്തിൽ ഞാനില്ലായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ഇത്തരം പരിപാടികൾ ഈ പറഞ്ഞ പരിപാടി ഞാൻ ഈ പറഞ്ഞ സംഭവം യൂസ് ചെയ്തു എന്നല്ലാതെ ഈ ഗേൾ സബ്ജക്റ്റിലേക്ക് എനിക്ക് അധികം ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഞാൻ ഇതിലധികം ഇതിൽ എന്താ പറയുക ഈ സംഭവം ചെയ്യാമെന്നുള്ള താല്പര്യവും എനിക്ക് കുറവായിരുന്നു. ആച്ചോടാ പാവടാ മുത്തേ, എനിക്കിതൊക്കെ കാണുമ്പോഴാണ് നിന്നോടൊരു സഹതാപവും ബഹുമാനമൊക്കെ തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇതിന് മുമ്പുള്ള ലൈവിലും മറ്റൂലും വന്നിട്ട് ഇവൻ എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇവൻ പോയിട്ടുണ്ട്. ഏതോ മറ്റേ 17-12 വയസ്സുള്ള പെങ്കുച്ചിൻ്റെ അടുത്ത് ഇവന് പ്രേമം തോന്നി. അപ്പോൾ ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട്, കല്യാണം ഉറപ്പിച്ച് വെച്ചാണ്. ആ പെങ്കുച്ചിട്ട് ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എല്ലാ ഭർത്താനുമാരും എന്നെ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നില്ലെങ്കിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയണം, എന്ത് സംസാരിക്കണം, എന്ത് പറയണമെന്ന്. അതിൽ പക്ക ഒന്ന് ആലോചിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് ഒന്ന് എഴുതി വെച്ചിട്ടെങ്കിലും വന്നിരുന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നുള്ള സാധനം കൂടി ഒഴിവാക്കിയ അതറിയാം. ഇവൻ അൺസ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, സ്ക്രിപ്റ്റ് ചെയ്തിട്ടല്ല. ഓക്കെ, ഇവന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എടുത്ത് പറയണം. അത് തന്നെ പലപ്പോഴും വള്ളിയായിട്ട് വരും.
നമ്മൾ അറിയാണ്ട് വായിന്ന് എന്തെങ്കിലും വീണ് പോണത് പിന്നെ അടുത്ത വിഷയമായിട്ട് വരും. ഇപ്പോൾ പുള്ളി എന്താ പറയുന്നത്, പുള്ളിക്ക് സ്ത്രീ വിഷയത്തിലൊന്നും വലിയ ഇതില്ലാന്ന്. എന്നിട്ട് ആ കഴിഞ്ഞ ലൈവിലൊക്കെ വന്നിരുന്ന എന്തിട്ടാ പറഞ്ഞത്, ഇതൊക്കെ തന്നെയാണ് വിഷയം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒളിവിൽ നിന്ന് വന്ന് പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് ഒളിവിലായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, ജാസിയും അമ്മു ഇവരൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഓൻ ക്യാമറയുടെ മുമ്പിൽ വരില്ല. അപ്പോൾ ഓനെയും കൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ഇപ്പോൾ റെൻറ്റിനെടുത്തിട്ട് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ടാണ് ഉള്ളത്. സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീട്ടിൻ്റെ അകത്ത് കുറച്ച് ഉള്ള സാധനങ്ങളുണ്ട്. അതായത് അന്ന് DGP ഓർഡർ ഇട്ടല്ലോ. ഈ DGP ഓർഡർ ഇട്ട സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങളും കൊണ്ട് ഓർഡർ ചെയ്തത്. ഞാൻ ഇത് PCL എടുത്ത് ഞാൻ ഓടിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ചളിയിലൂടെ. DGP ഓർഡറല്ല ഇട്ടത്, DGP ഓർഡറാന്നല്ലല്ലോ പറഞ്ഞത്. ഇല്ല പണ്ട് മറ്റേതിൽ പറഞ്ഞാൽ ഓട്ടം തുള്ളൽ പറഞ്ഞ പോലെ അന്ന് ആ ഷമീർ ഓടിയ വഴിയിൽ ഇന്നും പുല്ലും മുളച്ചിട്ടില്ല. എന്തൊരവസ്ഥയെന്ന് അല്ലെങ്കിൽ പേടിച്ചിട്ടുണ്ടാവും. കാര്യം പെട്ടെന്ന് അങ്ങനത്തെ ഒരു സാധനം കൂടി വരുമ്പോഴേക്കും ഇവന്മാർ ബേസിക്കലി പിള്ളേരാണ്, അത്ര വലിയ ഇതൊന്നുമില്ല. ഇവരുടെ സംസാരത്തിൽ തന്നെ ഒരു അത്ര മെച്യൂർഡായിട്ടുള്ള എന്തൊക്കെയോ പറയുന്നു ഇതാക്കുന്ന അത്രയേ ഉള്ളൂ. അതേം പറഞ്ഞ ഷമീർ ആയാലും ആരായാലും ഒരു ഗൈഡൻസ് എടുത്തിട്ട് പ്രോപ്പറായിട്ട് ഇനി എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ആ രീതിക്ക് പോകാം. ഇപ്പോൾ പത്രസമ്മേളനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അവിടെയൊക്കെ പോയിട്ട് വെടലത്തരൊന്നും വന്ന് പറയല്ല. മീഡിയക്കാരുൾപ്പെടെ എല്ലാവരും വരുന്ന വലിച്ച് കീറുമാർ നല്ല രീതിക്ക്. ഇപ്പോൾ ചൂടെടുക്കണം, ഇത് എന്ത് കഷ്ടം, ഇത് അങ്ങോട്ട് ഓണാവ്. ഇനി എനിക്ക് ഈ ഷമീറിൻ്റെ ഈ വ്ളോഗിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട, ഷമീറിന് ഉൾപ്പെടെ മനസ്സിലായ ഒരു സത്യമുണ്ട്, ഒരു നഗ്ന സത്യം. അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആ ഒരു പോർഷൻ ഭയങ്കര ഇഷ്ടമായി. വേറെ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് കാണാൻ നിന്നില്ല, അത് ഞാൻ കാണിച്ചു തരാവേ. വെള്ള ഷർട്ടെല്ലാം ചേറായി, കുഴപ്പമില്ല. നിന്നെ വിട്ട് പോവാ, മനസ്സിലായ? പോവാ, ബാ 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 ബാ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ കുറേ അൽഫാം ഇതെല്ലാം മേടിച്ചു കൊടുത്തതാ. പൊന്നു മോനെ, നീ ആ ഗ്യാങ് ഹൗസിൽ കിടന്ന് കാട്ടിക്കൂട്ടിയ അപരാധങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കാട്ടിക്കൂട്ടിയ അപരാധങ്ങൾക്ക് നീ ഈ പട്ടി ഉണ്ടല്ലോ, അതാണ് നിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. നന്ദി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒരെണ്ണത്തിനെ വാങ്ങിച്ച് വീട്ടിൽ വളർത്തിക്കോ. പട്ടിയോ പൂച്ചയോ എന്തോ ആയാലും ഏതെങ്കിലും ഒരു മൃഗത്തിന് ഭക്ഷണം കൊടുത്താലോ അല്ലെങ്കിൽ നന്ദിച്ചിരി സ്നേഹം കാണിച്ചാലോ അതുങ്ങൾ കൂടെ വെക്കും. സത്യസന്ധമായിട്ട് അത്ര പോലും നിൽക്കൂല മനുഷ്യർ ഇന്നത്തെ കാലത്ത്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചതാണ്. എല്ലാം കൊടുത്തു, എല്ലാം സ്നേഹമായിക്കോട്ടെ, ഫിനാൻഷ്യലായിക്കോട്ടെ, ഇമോഷണൽ സപ്പോർട്ടായിക്കോട്ടെ, എല്ലാം കൊടുത്ത് അവസാനം നമ്മളൊരു പട്ടിയുടെ വില പോലും തരാണ്ട് മൂഞ്ചിച്ചിട്ട് പോയ ചില ടീമുകൾ എനിക്കറിയാം. നമ്മളെ പട്ടിയുടെ വില തന്നില്ല എന്നുള്ളത് ഓക്കെ ഫൈൻ, ബട്ട് അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ, അതായത് അതുവരെ ആ ഒരു വ്യക്തി ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചത് എനിക്കോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് പിന്നെ അത് മാറി. ഒരു മനുഷ്യൻ്റെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ പറ്റാത്ത അത്രയും നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തൊരു ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ഗ്യാങ്ങിലും ഇപ്പോൾ സംഭവിച്ചത് എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അറിയുക, ഒരുമിച്ചിരുന്ന് സംസാരിച്ച പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ എടുത്തിട്ട് യൂസ് ചെയ്ത് വേറെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുക, അത് അവസാനം കേസാവുക, പോലീസിലേക്ക് വരെ എത്തുക, ഇത്രയും ഹൈ ലെവലിലേക്ക് അത് ഇൻഫ്ലുവൻഷ്യലാവുന്ന രീതിയിലേക്ക് പോവുക. ഇതൊക്കെ എന്തുകൊണ്ടാണ്? പേഴ്സണലി ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു വിശ്വാസത്തോടു കൂടിയും കാര്യങ്ങൾക്കൊക്കെ പറയുന്ന കാര്യങ്ങൾ പുറത്തു വന്ന് പറയുന്നത്. ഇവർ തമ്മിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു രണ്ടായി പോയി കഴിഞ്ഞ ആരെങ്കിലും അറിയൂ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ട് പറയാൻ ഞങ്ങൾ തമ്മിൽ ഒത്തു പോകുന്നില്ല, ഞങ്ങളെല്ലാവരും തമ്മിൽ, അതുകൊണ്ട് ഞങ്ങൾ ഗ്യാങ് പിരിച്ചു വിട്ടു, ഇനി ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരു ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞ് നിർത്തി അവിടെ നിർത്തി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകണ്ട. പോയിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവാറുന്നോ? അപ്പം കുഴപ്പമുണ്ടായ സ്ഥിതിക്ക് അതിൻ്റെ ഏതറ്റം വരെ പിന്നെ പോകും വേണം. അതിപ്പോൾ MRC ഗ്യാങ് ഇവരുടെയൊക്കെ കാര്യത്തിലായാലും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ കാര്യത്തിലായാലും പോകാൻ പറ്റുന്ന അത്രയും ദൂരം നമ്മൾ പോകണം. അടുത്ത കുറേ സംഭവങ്ങളിലേക്ക് കിടക്കാം നമുക്ക്. അതായത് ഇപ്പോൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ തൊപ്പിയുടെ അറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഊക്കുകൾ കിട്ടുന്നുണ്ട് ഏത് ന്യൂസ് ചാനലുകൾക്ക്. അതിൻ്റെ കാരണം എന്താണ്, അത് എന്താണെന്നുള്ളത് ഞാൻ കുറച്ചൊന്ന് വ്യക്തമാക്കി തരാം. ആദ്യത്തെ ഒരു ന്യൂസ് അത് മാതൃഭൂമി ന്യൂസിൽ ഒന്നാണ് കാണിച്ചത്. പെരുമന നൽകിയ പരാതിയെ തുടർന്നാണ് തൊപ്പി എന്ന യൂട്യൂബർ നിഹാലിനെതിരെ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തത്. ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതി പിന്നീട് സൈബർ പോലീസിനും കളമശ്ശേരി പോലീസിനും കൈമാറിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിന് IT ആക്ട് 66 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തൊപ്പിയും സുഹൃത്തുക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന് പിന്നാലെ
പോക്സോ, ലഹരി ഉപയോഗം എന്നിങ്ങനെയുള്ള ആരോപണങ്ങളും ദൃശ്യങ്ങളും സുഹൃത്തുക്കൾ തൊപ്പിക്കെതിരെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പകരമായി സുഹൃത്തുക്കളുടെ നഗ്നദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ തൊപ്പി പോസ്റ്റ് ചെയ്തു. പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള തൊപ്പിയുടെയും കൂട്ടരുടെയും ലൈവ് വീഡിയോകൾ പരിധിവിട്ടതോടെയാണ് അഭിഭാഷകൻ പരാതി നൽകിയത്. സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെ തൊപ്പിയും കൂട്ടരും നടത്തിയിരുന്നു. 1 ദശലക്ഷം ഫോളോവേഴ്സുള്ള തൊപ്പിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ ഏറിയ പങ്കും കുട്ടികളാണ്. പോലീസ് ഗൗരവമായാണ് വിഷയത്തെ കാണുന്നത്. വരും ദിവസങ്ങളിൽ തൊപ്പിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കൂടുതൽ നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കും. ഈ വിഷ്വൽസ് കാണുമ്പോഴാണ് പലരും പറഞ്ഞിരിക്കുന്നത്, ഇതെന്തിനാടാ, നാണമില്ലേടാ, പഴയ വിഷ്വൽ എടുത്തിരുന്നേ, നാണമില്ലേടാ, ഇത് പണ്ടത്തേടാ. എടാ മണ്ടന്മാരെ, ഇതിൻ്റെ മുകളിൽ ഫയൽ വിഷ്വൽ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കണം. നീയൊക്കെ ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് ഇവനെയൊക്കെ ഇപ്പോഴും താങ്ങിക്കൊണ്ട് നടക്കണേന്നുള്ളത്. നിനക്കൊക്കെ നാണമില്ലേടാ, തൊപ്പിയുടെ പഴയ അറസ്റ്റിലെ വീഡിയോ എടുത്തുകൊണ്ട് ഇടാൻ വേണ്ടി ന്യൂസ് ചാനലുകളെന്നും പറഞ്ഞിട്ട് തെറിവിളിയാ കമൻറ്റ് ബോക്സിൽ. ഞങ്ങൾക്കിപ്പോൾ മുകളിൽ വെണ്ടക്കേശത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പലയിടത്തും ഉണ്ട് കേട്ടോ ഫയൽ വിഷ്വൽ എന്നുള്ളത്, അല്ലെങ്കിൽ നേരത്തുള്ള വിഷ്വൽ എന്നുള്ളത്. അവർക്ക് വിഷ്വൽ കിട്ടിയിട്ടില്ല. കാര്യം തൊപ്പിനെ പോലീസെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സാധ്യത കുറവാണ്. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ മീഡിയ അവിടെ ഒരുമിച്ച് കൂടും. കാര്യം പോലീസ് ലീക്കാവും. എന്തായാലും ഈ പുള്ളി വരുന്നുണ്ടെങ്കിൽ ലീക്കാവും, നല്ല രീതിക്ക് മീഡിയ കൂടും. അപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഒന്നിലും രഹസ്യമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും നടക്കുന്നത്. എന്തായാലും സംഭവം IT ആക്ട് പ്രകാരമുള്ള കുറച്ച് കേസുകൾ എടുത്തിട്ടുണ്ട്. കാര്യം ഈ വിഷ്വൽസൊക്കെ പുറത്തു വിട്ടതിൻ്റെ പേരിൽ IT ആക്ട് പ്രകാരമുള്ള കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യൽ അത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. കാര്യം കാലാകാലം ജയിലിൽ കിടക്കേണ്ട കൊടും കുറ്റം ചെയ്ത ഒരു കുറ്റവാളി എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിയമപരമായിട്ട് കേസ് എടുക്കാനുള്ള വകുപ്പ് അതിൻ്റെ അകത്ത് ഉണ്ട്. അത് മനസ്സിലാക്കുക എല്ലാവരും. ഇനി ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു സാധനം കൂടി ഉണ്ട്. അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ IT നിയമപ്രകാരം വീണ്ടും കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഇതാദ്യമായല്ല നിഹാദ് വാർത്തകളിൽ നിറയുന്നത്. എല്ലാം സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ടാണെന്ന് മാത്രം. അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇപ്രാവശ്യം സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നതാണ് കുറ്റം. നേരത്തെ തൊപ്പിക്കും സംഘത്തിനുമെതിരെ ലഹരി ഉപയോഗവും ലൈംഗിക ചൂഷണവും പോക്സോ കുറ്റകൃത്യങ്ങളും അടക്കം ആരോപണം ഉയർന്നതോടെ ലഭിച്ച പരാതിയിൽ DGP അന്വേഷണം തുടങ്ങിയിരുന്നു. സംഭവം അതാണ്. ആ വിഷ്വൽ ഇറക്കിയത് മറ്റവന്മാർക്ക് നല്ല ഗുണമായി. അവന്മാർക്കിട്ട് പണിയാൻ വേണ്ടി തൊപ്പി ഇറക്കിയിട്ട സാധനമാണെങ്കിലും അത് കറക്റ്റ് IT ആക്ടിൽ വരുന്ന ഒരു സാധനം. ഈ വക സാധനം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടി ഇത് മറ്റേ തൊണ്ട് വെബ്സൈറ്റ് ഒന്നും അല്ലല്ലോ. എത്ര ബ്ലർ ചെയ്തിട്ടാലും സംഭവം എന്താണെന്നുള്ള ക്ലിയർ കട്ടായിട്ട് അതിൻ്റെ അകത്ത് മനസ്സിലായിട്ടുണ്ട്. അത് അവർക്കുണ്ടായ ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. അത് എടാ പിള്ളേരല്ല ആത്മഹത്യ ചെയ്ത് ഇറങ്ങി തൊപ്പി എന്ത് ചെയ്ത് തന്നെ എന്തുവാണ് ഇവരെ കൂടി കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. വെറുതെ എന്താ പറയുക, സമൂഹത്തിൻ്റെ അത് ഇത്രയും വൃത്തികെട്ട രീതിയിലാക്കി കളഞ്ഞ്. കാര്യം കുറേ പിള്ളേരെ റോൾ മോഡലായിരുന്നു കുട്ടികളൊക്കെ. റോൾ മോഡൽ ഒലക്കേൻ്റെ മൂഡ്. പിന്നെ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, എനിക്ക് തൊപ്പിയുടെ ലൈവൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ കാണാറുണ്ട് ഒരു സമയം വരെ. പക്ഷേ വൺസ് ചില വീഡിയോസ്, ചില ലൈവുകൾ ഞാൻ ഫണ്ണായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു. 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഞാൻ കാണൽ നിർത്തിയത് എവിടെ തൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടികളെ മറ്റേ ലൈവിൽ വീഡിയോ കോൾ ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തിട്ട് റാൻഡം ആയിട്ടുള്ള ഒരു സംഭവം, അതിൽ ഇവരെ ഭയങ്കര ഒബ്ജക്റ്റിഫൈ ചെയ്ത് സംസാരിക്കുന്ന കുറേ സംഭവങ്ങൾ വന്നു. എടാ അവളുടെ അത് നോക്കടാ, അടാ ഇതടാ എന്നൊക്കെ പറഞ്ഞ സാധനം. ഇതിൻ്റെയൊക്കെ കട്ട്സ് 2-3 തവണ പല സ്ഥലത്തും ഞാൻ കണ്ട്. പലരും ഇതിനെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ കിട്ടാൻ. ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ സംശയമില്ല, ഞാൻ ഇട്ടിട്ടില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് വെറുപ്പ് തോന്നി. കാര്യം എടാ അവന്മാർ ചെയ്യുന്നത് നോക്കിയാൽ ഫണ്ണായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുള്ള ചിന്ത വേണ്ടേ? അതില്ല. ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്ന് അവരുടെ ഉള്ളിലേക്ക് ഇതൊക്കെ ഒരു സിമ്പിൾ സംഭവമാണ്, അല്ലെങ്കിൽ നിസ്സാര കാര്യമായിട്ടുള്ള രീതിയിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ തന്നെയല്ലേ ഇവന്മാർ. അപ്പോൾ അത് ഭയങ്കര മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ ഈ ലൈവ് കാണൽ നിർത്തിയത്. ഇനി മറനാടൻ്റെ റിട്ടേൺ സാധനം അനുസരിച്ചില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇരുവരും വെളിപ്പെടുത്തിയിരുന്നു. ഈ സംഘത്തിന്റെ പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങളും ചെളിവാരിയെറിയലും സോഷ്യൽ മീഡിയയിലെ സകല പരിധികളും ലംഘിച്ചതോടെയാണ് വിഷയം കോടതിയിലേക്കും പോലീസിന്റെ മുന്നിലേക്കും എത്തിയത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇവരുടെ അശ്ലീല ലൈവ് ഷോകൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്. യൂട്യൂബ് ലൈവിലൂടെ ബ്ലർ ചെയ്ത രീതിയിൽ സ്വയംഭോഗം വരെ പ്രദർശിപ്പിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളെ വലിയ തോതിൽ മലിനമാക്കിയെന്ന് പരാതിക്കാരനായ ശ്രീജിത്ത് പെരുമന ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ത്രീകളെ പോലും അങ്ങേയറ്റം അശ്ലീലമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ ലൈവിലൂടെ പരസ്യമായി പങ്കുവച്ചതും പോലീസിന് നൽകിയ പരാതിയിലുണ്ട്. അശ്ലീല ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിനും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ലഹരി ഉപയോഗത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ നിർമ്മിച്ചതിനും തൊപ്പിക്കെതിരെ പോലീസ് നേരത്തെ തന്നെ രഹസ്യമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ തൊപ്പിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പേജുകളിൽ നിന്ന് ഈ നഗ്ന വീഡിയോ പോസ്റ്റ് ചെയ്തതിന് കൃത്യമായ തെളിവുകൾ സൈബർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്.
സുഹൃത്തുക്കളുടെ സ്വകാര്യതയും അന്തസ്സിനെയും ഹനിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് IT നിയമം 66 പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ വകുപ്പ് ഈ കേസെടുത്ത പ്രകാരം ചെറിയൊരു എമൗണ്ട് പിഴ അടക്കേണ്ട വരും. പിന്നെ ജയിൽ ശിക്ഷയാണെന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള അത്രയും വർഷങ്ങളൊന്നുമില്ല. ഇതിൽ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി വരാൻ പറ്റും. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ പുള്ളിനെ വിധേയനാക്കിയാൽ, കുറേ തെളിവുകൾ ഇനി പുറത്ത് വന്നാൽ, ഈ പറഞ്ഞ നേരത്തെ കുറേ അലിഗേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോക്ക് വീഴും എന്ന് ഉറപ്പാണ് എന്നാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും എനിക്ക് കണ്ടറിയാം. ഞാൻ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന മക്കളുടെ അടുത്ത് പറഞ്ഞത് ഇതൊന്നും അല്ല ലൈഫ്. നിങ്ങളിങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കാണുകയും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ കാണുക, വിടുക. ഇതാണ് ലൈഫ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അടിപൊളി എന്നുള്ള രീതിയിലേക്ക് എടുക്കല്ലേ. ഈ റിയൽ ലൈഫും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ തന്നെ ആയാലും റിയൽ ലൈഫിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒന്നുമല്ല നമ്മൾ റീലിലെടുത്ത് കാണിക്കുന്നത്. അതിലെപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഞാൻ വന്നിട്ട് ഇനി പറഞ്ഞ് കാണിച്ചുകൊണ്ടിരുന്നത് ആരെങ്കിലും കാണോടെ ഇല്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട മീറ്ററിൽ സാഡാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് ഇവിടെ പറഞ്ഞു പോകും. പക്ഷേ ഇപ്പുറത്ത് നടക്കുന്ന അതല്ല. അതാദ്യം കുട്ടികൾ മനസ്സിലാക്കുക. പാരൻസ് ആണെങ്കിലും പിള്ളേരെ ഫോൺ അടക്കൊന്ന് ചെക്ക് ചെയ്തോ, നല്ലതാ. ഞാൻ ഇന്നലെ ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് റിലേറ്റഡ് ആയിട്ട്. മൂന്നാറുള്ളൊരു ഇഷ്യൂ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടിട്ട് പെൺകുട്ടികൾക്ക് ഉണ്ടായൊരു ഇത്. ബേസിക്കലി അവിടെ എന്താ സംഭവിച്ചത്, ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഈ പരിചയപ്പെടൽ അത് അവസാനം മീറ്റിങ്ങിലേക്ക് എത്തി, പിന്നെ ജീവിതം തന്നെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് പിള്ളേരെ പാരൻസ് ചെക്ക് ചെയ്യണം, ഇടയ്ക്ക് ഫോണൊക്കെ ഒന്ന് റാൻഡായിട്ടെങ്കിലും ചെക്ക് ചെയ്ത് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. കാലഘട്ടം അതാണ്, അതാദ്യം മനസ്സിലാക്കണം. ആരെയും അങ്ങോട്ട് അത്ര കണ്ട് വിശ്വസിക്കാനൊന്നും പറ്റാത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ മുമ്പിൽ ചിരിച്ചും കളിച്ചും മറ്റേതായിട്ട് നടക്കുന്ന ആൾക്കാർ പുറകിൽ നിന്നിട്ട് കുത്തണ പരിപാടി എന്താണെന്ന് നമുക്കൊന്നും ഒരു പിടുത്തം പോലും കിട്ടത്തില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. തൊപ്പിയുടെ കാര്യത്തിൽ അറസ്റ്റിലാവാൻ സാധ്യത കുറവാണ്. ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് കൂടുതൽ തെളിവുകൾ വന്നാൽ എന്തായാലും പണി കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ ഷമീർ ആൻഡ് ഗ്യാങ് അവരുടെ കേസിൽ എനിക്ക് അത്ര വലിയ ഒരിതില്ല. അവരിപ്പോൾ പത്രസമ്മേളനമൊക്കെ വിളിക്കാൻ പോകുന്നുണ്ട്. അതിൽ അവരെന്തൊക്കെ പറയും, ഇതാക്കും എന്നുള്ള അറിയില്ല. പിന്നെ അവരുടെ ഒരു ആൻറ്റിസിപ്പൻസ് നോക്കുമ്പോഴേക്കും, അത് പ്രീവിയസ് അവരുടെ കേസ് ഹിസ്റ്ററീസോ കാര്യങ്ങളോ നോക്കുമ്പോഴേക്കും അവർക്കൊന്നും അത്ര വലിയ പോലീസ് കേസായിട്ട് വന്ന സംഭവങ്ങളില്ല. മറ്റേ റെയിൽവേയുടെ ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. തൊപ്പിയുടെ അത്രയും വലിയ കോൺട്രവേഴ്സീസോ വിഷയങ്ങളോ അല്ലെങ്കിൽ കേസ് വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഊരിപ്പോരുമായിരിക്കും. ഈ ഏജ് കൺസിഡർ ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് ചിലപ്പോൾ അവർ ഊരിപ്പോരുമായിരിക്കും. എന്തായാലും ലെറ്റ്സ് സീ. ഇതൊരു ചെറിയ കാര്യമല്ല. കണ്ട് പഠിക്കേണ്ടതും കണ്ട് മനസ്സിലാക്കേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യം തന്നെയാണ് സമൂഹത്തിൽ. എന്തായാലും ഇവരൊക്കെ ഇനി ഇൻ കേസ് തിരിച്ചു വന്നാലും, ഷമീറായാലും ഈ ഗ്യാങ്ങിൽ എല്ലാവരുടെ അടുത്തായാലും അവരൊക്കെ ഇനി തിരിച്ചു വന്ന് പിള്ളേർക്കൊരു മാതൃകയാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് പോയാൽ മതി എന്നുള്ളൂ ഇനി. അല്ലാതെ ഞങ്ങളോടും ചെളിവാരി പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഞങ്ങൾ അത് ചെയ്ത് ഇതേ ചെയ്ത് അവൻ അത് ചെയ്ത് ഇതേ ചെയ്ത് ഇതൊക്കെ അഗെയിൻ ഈ സൊസൈറ്റിയിലേക്ക് റോങ് ഇൻഫർമേഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഹൈപ്പ് ബട്ടൺ ഇപ്പോൾ വന്നിട്ടില്ല, വരും, പണ്ടിറങ്ങിയതൊക്കെ ഉണ്ടായി. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.